ഹലോ, ഞാൻ വന്ദന. എല്ലാവർക്കും എന്റെയും എൻ്റെ കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പം ഈ ഒരു ഓണത്തിന് ഞാൻ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പായസമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ആ പായസത്തിന് വേണ്ട ചേരുവകൾ എന്താന്ന് നമുക്കൊന്ന് നോക്കാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പഴപ്രഥമനാണ്. പഴപ്രഥമൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലെ? അപ്പൊ പഴപ്രഥമൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ വേവിച്ചടച്ചു വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം അല്ലെങ്കിൽ ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ സാധാരണ നമ്മൾ എടുക്കുന്നത് വരട്ടി വെച്ചിരിക്കുന്ന നെയ്യും ശർക്കരയും കൂടെ ചേർത്ത് വരട്ടി വെക്കുന്ന നേന്ത്രപ്പഴമാണ് നമ്മൾ എടുക്കാറുള്ളത് പഴപ്രഥമനായിട്ട്. പക്ഷെ ഇപ്പോൾ അത് ഇല്ലാത്ത കാരണം ഞാനിവിടെ വേവിച്ചടച്ചു വെച്ച പഴമാണ് എടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ശർക്കര ഉരുക്കി അരിച്ചെടുത്തതാണ്. അതുപോലെ പിന്നീട് നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. സാധാരണ പച്ചത്തേങ്ങയ്ക്കാണ് പാല് കൂടുതൽ നമുക്ക് കിട്ടാറുള്ളത്. അപ്പൊ അതിന്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. നമ്മളിവിടെ 3 പാലാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇത് ഒന്നാം പാൽ വളരെ കുറച്ച് മതി. പിന്നീടുള്ളത് രണ്ടാം പാൽ, പിന്നീട് മൂന്നാം പാൽ കുറച്ച് അധികം നമ്മൾ എടുക്കും. പിന്നെ നമുക്ക് വേണ്ടത് ചുക്കുപൊടി, അതുപോലെ നെയ്യ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് പഴപ്രഥമൻ ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അപ്പൊ നമുക്ക് പഴപ്രഥമൻ ഉണ്ടാക്കിയിട്ട് വരാം. ഇവിടെ ഞാൻ കുറച്ച് പായസം, അതായത് ഒരു 6 ഗ്ലാസ് പായസമാണ് വെക്കുന്നത്. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു ഉരുളിയാണ് ഞാൻ എടുക്കുന്നത്. നെയ്യ് ഒഴിച്ച് വരട്ടാത്ത പഴമായതുകൊണ്ട് ഞാനൊരല്പം നെയ്യ് ഉരുളിയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് അടിയിൽ പിടിക്കാതിരിക്കാനും നല്ലതാണ്. ഈ സമയത്ത് നമ്മൾ തീ കുറച്ച് വയ്ക്കണം. അതിനുശേഷം നമ്മൾ വരട്ടി വെച്ചിരിക്കുന്ന ഈ പഴം നമുക്ക് ഉരുളിയിലേക്ക്, നമ്മുടെ നെയ്യിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഉരുക്കി അരിച്ചെടുത്ത ശർക്കര ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് വെളുത്ത കളറിലുള്ള ശർക്കരയുടെ അച്ചുകളാണ്. അതുകൊണ്ട് കളറ് കുറച്ച് കുറവാണ്. ഇതെല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മൂന്നാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. മൂന്നാം പാൽ കുറച്ച് നേർത്തതായിരിക്കും. മൂന്നാം പാൽ ഒഴിച്ച് ഒരു 3-4 മിനിറ്റ് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കണം. പായസത്തിന് എത്രയാണോ കൊഴുപ്പ് വേണ്ടത് അതിനനുസരിച്ചാണ് നമ്മൾ മൂന്നാം പാലും രണ്ടാം പാലും എടുക്കുന്നത്. രണ്ടാം പാലും മൂന്നാം പാലും നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് എടുക്കാറുള്ളത്. മൂന്നാം പാലും രണ്ടാം പാലും ഒഴിച്ചതിന് ശേഷം നന്നായി വെട്ടിത്തിളച്ചതിന് ശേഷമാണ് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ എടുത്തു വച്ചിരിക്കുന്ന ഒന്നാം പാൽ ചേർക്കേണ്ടത്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം.
അവസാനമായിട്ട് നമുക്ക് ചുക്കും ജീരകവും കൂടെ പൊടിച്ചു വെച്ചിരിക്കുന്നത് ചേർക്കാം. അതിനുശേഷം നമ്മൾ പായസത്തിൻ്റെ മുകളിൽ പാട കെട്ടാതിരിക്കാൻ വേണ്ടി തണുക്കുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കണം. ഓണവും ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ബാക്കി വരുന്ന നേന്ത്രപ്പഴം കൊണ്ട് വീട്ടമ്മമാർ പഴം പുളിശ്ശേരി, പഴം പ്രഥമൻ ഇതൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള പഴപ്രഥമൻ തയ്യാറായിട്ടുണ്ട്. ഞാൻ ഇതിലൊരല്പം അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ നെയ്യിൽ വറുത്തിട്ടിട്ടുണ്ട്. അത് വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. സാധാരണ നമ്മൾ ജീരകവും ചുക്കും കൂടെ പൊടിച്ചാണ് ചേർക്കാറ്.